ധരിക്കണമെന്നും എന്ത് കഴിക്കണമെന്നൊക്കെ ഞങ്ങൾക്കറിയാം. സ്വന്തമായിട്ട് തീരുമാനിക്കാനുള്ള ക്യാപ്പബിലിറ്റി ഞങ്ങൾക്കുണ്ട്. അതോടൊപ്പം ഞങ്ങൾക്കുമുണ്ട് 1000 ആഗ്രഹങ്ങൾ. അതിൻ്റെ ഇടയിൽ ആരും കോലിട്ടിളക്കിയിട്ട് ഞങ്ങളെ ഈ സ്വാതന്ത്ര്യ വിഹാരം തകർത്ത് കളയേണ്ടതില്ല. ഞങ്ങൾക്ക് പാറിപ്പറക്കാൻ ചിറകുകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ നിങ്ങളാരും അസൂയപ്പെടേണ്ടതുമില്ല എന്നൊക്കെ ട്രെൻഡിനൊപ്പിച്ചിട്ടുള്ള പാട്ടുണ്ടാക്കിയിട്ട് എല്ലാ അർത്ഥത്തിലും അഴിഞ്ഞാടിയപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെയല്ലേ മലയാറ്റൂർ കൊലപാതകത്തെ നമ്മൾ ഓർക്കേണ്ടത്? ഏവിയേഷൻ വിദ്യാർത്ഥിനിയായിട്ടുള്ള ആ ഒരു പെൺകുട്ടിയെ വിളിച്ചിറക്കി കൊണ്ടുപോയിട്ട് കൊന്ന് തള്ളിയിട്ട് അവസാനം ഞാൻ തന്നെയാണ് കൊന്നത് എന്ന് ഈ ആൾ പറയുമ്പോൾ, ആൺസുഹൃത്ത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ലജ്ജയുണ്ട്. ആ ഒരു കൊലപാതകൻ പറയുമ്പോൾ എത്രമേൽ ലജ്ജിക്കുന്നുണ്ട് ഈ കേരള സമൂഹം. ഇവിടെയാണ് കാരണവന്മാർ പറയുമ്പോൾ നിങ്ങളൊന്ന് കേൾക്കണം. കാരണവന്മാരുടെ വാക്കുകൾക്ക് നിങ്ങൾ വില കൊടുത്തത് എങ്ങനെയാണ്? അന്തം കമ്മികൾ, തന്തവൈബുള്ളവർ, ലോകവിവരമില്ലാത്തവർ എന്നൊക്കെയല്ലേ. പെൺകുട്ടികളെ ഇതൊന്ന് കേൾക്കുന്നുണ്ട് നിങ്ങളോടൊന്ന് വളരെ സ്നേഹത്തോടെ പറയട്ടെ. കാമവറിയന്മാർ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ നിങ്ങൾ കരുതണ്ട എല്ലാ പ്രാവശ്യവും ഇത് സുന്ദരമായിട്ടുള്ള ലോകത്തെ പടുത്തുയർത്തി കൊണ്ടുവരും എന്നുള്ളത്. ഒരു ദിവസം അവൻ്റെ ആവശ്യം കഴിയുമ്പോൾ, അവൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരുമ്പോൾ നിങ്ങളെ കൊന്ന് തള്ളിക്കളയും. കാരണം നിങ്ങളൊരു കടാച്ചരക്കായി മാറി, ഒരു ബാധ്യതയായി മാറി. അതുകൊണ്ട് ഓർത്തോ, നിങ്ങളെ മുമ്പിൽ വരുന്ന ആളുകളൊക്കെയും നിറഞ്ഞ സ്നേഹത്തോടെ അഭിനയിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ആക്ടിങ് ലോകമാണെന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ അച്ഛനും അമ്മയും ഉമ്മയും വാപ്പയൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നിങ്ങൾ അയക്കുന്നത്. പക്ഷേ തിരിച്ചെത്തുമ്പോൾ ആ ചലനമറ്റ ഏറ്റവും പ്രധാനപ്പെട്ട അവർക്ക് വേണ്ടപ്പെട്ട കുഞ്ഞിൻ്റെ ശരീരമാണ്. ഇനിയെങ്കിലും മനസ്സിലാക്കുക, നമ്മൾ ഇനിയും ഉണർന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ലിവിങ് ടുഗദർ എന്നും അതുപോലെ തന്നെ ബെസ്റ്റ് എന്നും അതേപോലെ ഒരുപാട് പേരുകളിൽ നിങ്ങൾ വെച്ച് എടുത്തിട്ടുള്ള ഒരു ബന്ധങ്ങളുണ്ടല്ലോ. എവിടെത്തി നമ്മുടെ കേരള സമൂഹം, ലോകം എവിടെത്തി? ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളങ്ങ് തീരുമാനിച്ചോളും, എൻ്റെ ബോഡി എൻ്റെ ചോയ്സ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ ചോയ്സും ബോഡിയൊക്കെ ഉണ്ടാകണമെങ്കിൽ ജീവൻ വേണം ആ ബോഡിയിൽ. അവിടെയാണ് ചോയ്സൊക്കെ ഉണ്ടാവുള്ളൂ. കൂടെ പോകുന്നവൻ അരും കൊലക്കാരനാണ്, ക്രിമിനലാണെന്ന് നിങ്ങൾക്ക് കണ്ടെത്തി മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം അത്രമേൽ അവനിൽ വിശ്വാസം അർപ്പിച്ചതുകൊണ്ട് അവനായിരിക്കും നിങ്ങൾക്ക് ഹീറോ, അവനായിരിക്കും ലോകത്ത് നമ്പർ 1 ആയിട്ടുള്ള നിങ്ങളുടെ എല്ലാം. അതുകൊണ്ട് തന്നെ അവനെക്കുറിച്ച് ഒരു ഇഞ്ച് പോലും, ഒരു പൊടിക്ക് പോലും നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല. ആ സമയം ആണുങ്ങളിൽപ്പെട്ട കാമവറിയന്മാരായിട്ടുള്ള ആളുകൾ നിങ്ങളെ ചൂഷണം ചെയ്യുകയും അവസാനം ഒന്നിനും പറ്റാത്ത കറിവേപ്പില പോലെ അങ്ങ് എടുത്തെറിയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇനി എൻ്റെ ജീവിതത്തിൽ ഇതുണ്ടാകരുത്. മലയാറ്റൂർ കൊലപാതകത്തെക്കുറിച്ച് അവസാനമായി പറയുന്നത്, എല്ലാ അർത്ഥത്തിലും കൊന്നിട്ടും കൊല്ല നടക്കാതെ പോയപ്പം കല്ലെടുത്തുകൊണ്ട് കൊന്ന് എന്നല്ലേ, കല്ലെടുത്ത് കുത്തിക്കൊന്നു എന്ന് പറയുമ്പോൾ എത്ര വേദന പെണ്ണ് സഹിച്ചിട്ടുണ്ടാവും. പെൺകുട്ടികളെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് പടച്ചറബ് കലാക്കിയത്, അല്ലെങ്കിൽ നിങ്ങളുടെ മതത്തിലുള്ള ദൈവങ്ങൾ എന്ന് പറയുന്നവരുണ്ടല്ലോ, ഞങ്ങളുടെ മതത്തിൽ അള്ളാഹു എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്താണോ കണക്കാക്കി അത് വരുന്നത് വരെ കാത്തിരിക്കുക. അപജയം അല്ലെങ്കിൽ അനാശ്വാസപരമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുകയും അതിൽ കിട്ടുന്ന നൈമിഷികമായ ഒരു സുഖത്തിന് വേണ്ടി, ആസ്വാദനത്തിന് വേണ്ടി അമ്മയെയും അതേപോലെ അച്ഛനെയും പറ്റിച്ചുകൊണ്ട്, വാപ്പയും ഉമ്മയും വഞ്ചിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുമ്പോൾ ആലോചിച്ചോ, ഒരു വേള ചലനമറ്റിട്ട് തിരിച്ച് ഒന്ന് ബോഡിയാക്കി കൊണ്ടുവരുമ്പോൾ അതിലും നിങ്ങൾ ആലോചിക്കണം, എൻ്റെ അഭിമാനവും അപമാനവും എല്ലാം ഇതിലാണെന്നുള്ളത്. ഈ കൊച്ചു കുട്ടി എന്തായിരിക്കും തെറ്റ് ചെയ്തിട്ടുണ്ടാകുക? വിളിച്ച സ്പോട്ടിൽ പോയതായിരിക്കുമല്ലേ. അവസാനം കൊലപാതകം നടത്തി വിജനമായ ഒരു ഏരിയയിൽ വന്നിട്ട്, അഥവാ വിജനമായ ഒരു പറമ്പിൽ വെച്ചിട്ട് 2 ദിവസം പഴക്കമുണ്ട് എന്ന് പറയപ്പെടുന്നു. ഒരു അലിഞ്ഞ് അല്ലെങ്കിൽ ബോഡി പഴക്കം ചെന്ന രൂപത്തിൽ കണ്ടെത്തുമ്പോൾ നമ്മളൊക്കെ ഒന്ന് ആലോചിക്കുക, എന്തിനായിരുന്നു ഇങ്ങനെ പോയത്? ഇങ്ങനെ പോകുന്ന ആളുകൾക്കൊരു താക്കീതാണ്. ഇങ്ങനെ അങ്ങ് വേലി ചാടാൻ വേണ്ടി കാലെടുത്ത് വെക്കുന്ന ആളോടൊന്ന് പറയട്ടെ, നിങ്ങളും ഏതെങ്കിലും ഓവുചാലിൻ്റെയോ ഏതെങ്കിലും കനാലിൻ്റെയോ ഏതെങ്കിലും ഫുട്പാത്തിൻ്റെയൊക്കെ അടിയിലേക്ക് ഒരു വേള പോയാൽ നിങ്ങൾ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദി. ഓർത്തോ, നിങ്ങൾക്ക് വേണ്ടി ഒരു ജീവിതം നിങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച് സുഖാഡംബരങ്ങളൊക്കെ ഒഴിവാക്കി നിങ്ങൾക്ക് വേണ്ടിയുള്ള അച്ഛനും അമ്മയും വാപ്പയും ഉമ്മയൊക്കെ ജീവിതം മാറ്റിവെച്ചിരുന്നു. അവരെ ധിക്കരിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അനുഭവിച്ച് അങ്ങനെ ജീവിക്കേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങനെ അവസാനിക്കേണ്ടി